നോക്കാം. പ്രിയമുള്ളവരെ, ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ നിങ്ങളുടെ മുന്നിൽ വെച്ച് മറ്റ് യാതൊരു ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ ഞാൻ അപ്രത്യക്ഷമാക്കാൻ പോവുകയാണ്. ബോൾ പിടിക്കാം. ഓക്കെ സാർ, താങ്കളുടെ പേരെന്ന് പറയാമോ? നജ്മുദ്ദീൻ. ഓക്കെ, വണ്ടർഫുൾ. മൈക്ക് അങ്ങോട്ട് കൈമാറിക്കേ. നജ്മുദ്ദീൻ സാർ, ബോൾ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും താങ്കൾക്ക് ബോൾ വലിച്ചെറിയാം. എവിടെ വേണമെങ്കിലും വലിച്ചെറിയാം, ബോൾ ഇങ്ങോട്ടേക്ക് വലിച്ചെറിയാം. നജ്മുദ്ദീൻ സാർ, എവിടെ വേണമെങ്കിലും സാറിന് ബോൾ വലിച്ചെറിയാം ഓഡിയൻസിന്റെ ഇടയിലേക്ക്. 15-നും 25-നും ഇടയിൽ. ഈ പറഞ്ഞ പ്രായത്തിലുള്ളവർ എവിടെ ഇരിക്കുന്ന അങ്ങോട്ടേക്ക് ആദ്യം ബോൾ എറിയാം. എറിഞ്ഞോളൂ. ഈ ബോൾ വീണ ഭാഗത്ത് 15-നും 25-നും ഇടയിൽ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബോൾ ഒന്ന് കയ്യിലേക്ക് എടുക്കാം. താങ്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ വന്ന് ബോൾ എന്റെ കയ്യിൽ തന്നിട്ട് അവിടെ പോയി തിരികെ ഇരിക്കാം. ഇങ്ങ് വന്നോളൂ. നല്ലൊരു കയ്യടി കൊടുത്തേ. ഹലോ. അല്ല, എനിക്കിന്ന് വേറെ വല്ല അസുഖമുണ്ട്. ബോൾ ഇവിടെ നിറഞ്ഞിട്ട് എന്റെ കൊണ്ട് തന്നിട്ട് അവിടെ പോയിരിക്കാൻ പറയാനായിട്ട്. ഈ മൈക്കൊന്ന് പിടിച്ച് അങ്ങോട്ടൊന്ന് മാറിയുന്നു. അതെ, ആക്ച്വലി മാജിക് അവതരിപ്പിക്കുന്നതിന് പെൺകുട്ടിയുടെ സഹായം ആവശ്യമായിരുന്നു. വിളിച്ചു കഴിഞ്ഞാൽ ആരും വരത്തില്ല. വെറും 35 രൂപയുടെ ബോൾ. ആളുടെ എത്തിക്കണ്ടില്ല. ആളിനെത്തിക്കേണ്ട ചെറിയൊരു ടെക്നിക്ക് മാത്രമായിരുന്നു. എനിവേ, നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് താങ്കളുടെ പേര്? നന്ദന. മൈക്ക് ചേർത്ത് പിടിച്ചു പറയും. നന്ദന ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദന, അടുത്തത് ഇവിടെ നടക്കാൻ പോകുന്നത് മെന്റലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ടാണ്. നന്ദനയ്ക്ക് ഇവിടെ നിൽക്കാം കേട്ടോ. ബട്ട് അതിനു മുൻപ് ഞാൻ താങ്കളെ മറ്റൊരു വസ്തുത പരിചയപ്പെടുത്തുകയാണ്. ഇതൊരു മാലയാണ്. ബട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു സാധാ മാല അല്ല. എന്തോ ചില പ്രത്യേകതകൾ ഉള്ളത് പോലെ തോന്നുന്നു, അല്ലെ? ഇത് ഒരു മാജിക്കൽ പവറുള്ള മാലയാണ്. നന്ദന എന്നല്ല പേര് പറഞ്ഞേ. നന്ദനയ്ക്ക് ഇത് കുറച്ച് സമയത്തേക്ക് കഴുത്തിലേക്ക് അണിയാം. ഓക്കെ, ഇപ്പോൾ മാജിക്കൽ പവറുള്ള മാല നന്ദനയുടെ കഴുത്തിലാണ്. ഇനി നമുക്ക് ആരംഭിക്കാം. ആക്ച്വലി നന്ദനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ചോദിച്ചോട്ടെ. ആദ്യത്തെ ചോദ്യം, നന്ദനയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജന്മദിനം ഒന്ന് മൈക്കിലൂടെ പറഞ്ഞേ. 28/2/2002. 28/2/2002. 28-ാം തീയതി ഫെബ്രുവരി മാസം 2002, അല്ലെ? 28/2/2002 നന്ദന എന്ന സുന്ദരിക്കുട്ടി ഈ സ്വപ്നഭൂമിയിൽ പൂജാതയായത്. റൈറ്റ്? യെസ്. നന്ദന, അടുത്ത ചോദ്യം. ഏറ്റവും അടുത്ത 2 കൂട്ടുകാരികളുടെ പേര് പറയാമോ? ഏറ്റവും അടുത്ത 2 കൂട്ടുകാരികൾ. മൈക്ക് ചുണ്ടോട്ട് ചേർത്തിട്ട്. വൈഷ്ണവിയും ഗംഗയും. ഓക്കെ, വൈഷ്ണവിയും ഗംഗയുമാണ് ഏറ്റവും അടുത്ത 2 കൂട്ടുകാരികൾ. അടുത്ത ചോദ്യം, നന്ദന ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേര് പറയാവോ? കേരളത്തിനകത്താകാം, കേരളത്തിന് പുറത്താകാം, ഭാരതത്തിന് പുറത്താകാം. വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം പ്ലേസ്. മണാലി. ഗുഡ്. ഞാൻ സിയാച്ചിൻ ഗ്ലേസിൽ സർവീസ് ചെയ്ത സമയത്ത് ഞാൻ അതുവഴിയാണ് ഞങ്ങളുടെ കാണുവായി പോകുന്നത്. അവിടെ പോയിട്ടുണ്ടായിരുന്നു. എത്രയും വേഗം താങ്കളുടെ ആഗ്രഹം സഫലീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. നന്ദന, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമാ നടന്റെ പേര് പറയാമോ? ദുൽഖർ സൽമാൻ. കാര്യങ്ങളാണ് ഈ പരിപാടി തുടങ്ങുന്നതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് ഒരു വെള്ള പേപ്പറിൽ എഴുതി, വെള്ള പേപ്പറിനെ ഒരു ഗ്ലാസ് സിലിണ്ടർ കൊണ്ട് അടച്ചു, ഗ്ലാസ് സിലിണ്ടർ ഒരു ബോക്സിനുള്ളിലാക്കി, ബോക്സിൽ ലോക്ക് ചെയ്ത് ഞാൻ അവിടെ തൂക്കിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ can you believe that? വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. നോ. ബട്ട് യു ഹാവ് ടു ബിലീവ് ദാറ്റ്. ഐ വിൽ ഷോ ദാറ്റ്. ഞാൻ വരികയാണ് നിങ്ങളുടെ ഇടയിലേക്ക് ആ ബോക്സ് എടുക്കുന്നതിലേക്കായി. നന്ദന, യു പ്ലീസ് സ്റ്റേ ഹിയർ. ഓക്കെ, താങ്ക് യു. പ്ലീസ്, ഞാൻ അങ്ങോട്ട് വരികയാണ്. ഒന്ന് വഴി സൗകര്യം ഒരുക്കുന്നുണ്ടേ പ്ലീസ്. പേപ്പർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി മൈക്ക് ചുണ്ടോട് ചേർത്ത് സ്വീറ്റ് ആൻഡ് ക്ലിയർ വോയിസിൽ ഉറക്കെ വായിച്ച് കേൾപ്പിക്കാം. അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? എന്റെ ജന്മദിനമായ 28/2/2002 വിസ്മയകരമായ ആ സ്വപ്നം ഞാൻ കണ്ടത്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. ആരൊക്കെയോ പന്ത് തട്ടി കളിക്കുന്ന മങ്ങിയ ചിത്രങ്ങൾ ഓർമ്മയുണ്ട്. നജ്മുദ്ദീൻ, അനഘ എന്നിവരുടെ മുഖം മാത്രമേ തെളിയുന്നുള്ളൂ. നന്ദന എന്ന വിളി കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. പിന്നെ മാന്ത്രിക പർവ്വതാനിയിൽ കയറി ആകാശത്തേക്ക് പറന്നുയർന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരായ വൈഷ്ണവി, ഗംഗ എന്നിവർ കൈവീശി യാത്ര ആക്കുന്നുണ്ട്. പറന്നുയർന്ന മണാലി മണ്ണിലാണ്. അവിടെ എന്നെ സ്വീകരിക്കാൻ ഇഷ്ടതാരം ദുൽഖർ സൽമാൻ നിൽക്കുന്നുണ്ട്.
സോ മച്ച്. നന്ദന മോളെ ആക്ച്വലി എങ്ങനെയാണ് സാധ്യമായെന്ന് അറിയോ? ഞാൻ തുടക്കത്തിൽ താങ്കളോട് പറഞ്ഞു താങ്കളുടെ കഴുത്തിൽ കിടക്കുന്നത് ഒരു മാജിക്കൽ പവറുള്ള മാലയാണെന്ന് അല്ലേ? ആ മാല ഒന്ന് ഊരാവോ? ഞാന് കത്രിക എടുത്ത് മാല കോർത്തിരുന്ന നൂലിനെ ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി നേരെ ഗ്ലാസിനുള്ളിലേക്ക് മുത്തുകൾ ഇങ്ങനെ ഓർത്തു. ഇനി മാല കോർത്തിരുന്ന നൂലിനെ ഇങ്ങനെ രണ്ടായി മടക്കി, രണ്ടിനെ ഇങ്ങനെ നാലായി മടക്കി, നാലിനെ ഇങ്ങനെ എട്ടായി മടക്കി ചെറിയൊരു കഷ്ണമായി എൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ചെയ്യുന്നത് ആ നൂലിനെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഈ ഗ്ലാസിനുള്ളിലേക്ക് ഞാൻ നിക്ഷേപിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മുത്തുകൾ കോർത്തിരുന്ന നൂലും അതോടൊപ്പം മുത്തുകളും ചെറിയ ചെറിയ കഷ്ണങ്ങളായി വെവ്വേറെയായി ഗ്ലാസിനുള്ളിൽ കിടപ്പുണ്ട് എന്നത് വ്യക്തം. ക്ലിയർ? ഞാൻ റെഡി അപ്പ് എന്ന് പറയുന്ന സമയം താങ്കൾക്ക് ഇത് മുകളിലേക്ക് ത്രോ ചെയ്യാം. എറിയുന്ന സമയം ഗ്ലാസ് എറിയരുത്. ഗ്ലാസിനുള്ളിൽ മുത്തുകൾ മാത്രം മുകളിലേക്ക് തെറിക്കണം. ഓക്കെ, റെഡി അപ്പ്. നന്ദന, ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ മാജിക്കൽ പവറുള്ള മാല. എനിവേ, വന്ന് സഹകരിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. പ്ലീസ് നല്ലൊരു കയ്യടി കൊടുത്തേ നന്ദനയ്ക്ക്. പ്ലീസ്, സമ്മാനമുണ്ടാവും. ചോദ്യം ചോദിക്കാലോ? ശ്രദ്ധിച്ചു കേട്ടോ. വീട്ടിൽ ഏറ്റവും കൂടുതൽ വികൃതികൾ കാണിക്കുന്ന ഒരു കൈപൊക്കിക്ക്. ഈ മോളെ ആദ്യം കൈപൊക്കി ഞാൻ ഇവിടെ നിന്ന് കണ്ടു. അതുകൊണ്ട് മോളെ ഞാൻ സ്പെഷ്യലായിട്ട് ഇങ്ങോട്ട് വിളിച്ചത്. അല്ലേ മോളെ? ഇപ്പോഴത്തെ എത്ര പേരുണ്ട്? ഇതാ പറയുന്നത് കൊച്ചുകുട്ടികൾ എപ്പോഴും നിഷ്കളങ്കയുടെ പര്യായമാണ്. ആദ്യം തരുന്ന ആൻസർ എപ്പോഴും സത്യസന്ധമായിരിക്കും. എന്നാൽ ഇതാ ഇനി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചുവന്ന നിറത്തിലുള്ള ഒരു ബാഗാണ്. എടാ മോളെ, നിന്നെ ഞാൻ ഇവിടെ നിർത്തിയത്. പോക്കറ്റിൽ കൈയിട്ട് അങ്ങ് പോയി നിൽക്കണല്ലോ. എങ്ങോട്ട് നീങ്ങുന്നേ? ഇവിടെ വന്നേ, ഇവിടെ വന്നേ. ആ, ഇവിടെ നിൽക്കുമല്ലോ. ഓക്കെ അല്ലേ? പോകുമ്പോ സമ്മാനം തരാം കേട്ടോ. അപ്പോൾ ഓക്കെ. മോനെ, ഈ ബാഗിനുള്ളിൽ കൈയിട്ടിട്ടെ എന്തേലും ഉണ്ടോ നോക്കി. ഉണ്ടെങ്കിൽ പുറത്തേക്ക് എടുത്തേ. എന്തേലും ഉണ്ടോ? ഇല്ല. അപ്പൊ കൈ എടുത്തോ. മോളെ, ഇതിനുള്ളിൽ എന്തേലും കിടപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കൈ എടുത്തേ. ആ, ഇനി ഒന്ന് നോക്കിക്കിടാ മോനെ. നീ എന്തേലും ഉണ്ടോ നോക്കിയതിന്. നീ എന്തോ മാവ് കുടയ്ക്കുന്നു കൈയിട്ട്. അകത്ത് എന്തേലും ഉണ്ടോ? അപ്പൊ കൈ എടുത്തേ. ആ, ഇനി ഒന്ന് കൈയിട്ടെ. ഇപ്പോഴും അവർക്ക് മനസ്സിലാവും ഇതിനകത്തൊന്നുമില്ല. ആ, ഇനി ഒന്ന് കൈയിട്ടെ. ഒന്നുമില്ലല്ലോ, ഉറപ്പല്ലേ? നീ കൈയെടുത്ത് എന്തുവാ? ഇല്ലേ? ഈ പുത്രൻ ആ വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞ എല്ലാം കേൾക്കുന്ന ഒരു നിക്കറിൽ 4 പോക്കറ്റ് പിടിപ്പിച്ച് ഇറങ്ങിയേക്കും അങ്ങോട്ട്. അത് തൊപ്പി വേറെ, കയ്യിൽ നൂല്. വാച്ചിടമോനെ, ഒരു ചാൻസ് കൂടെ തരട്ടെ. ഒരിക്കൽ കൂടെ നോക്കിയല്ലോ. മോളെ അങ്ങോട്ട് കൊടുത്തേ, ചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തേ. മോനെ, ഇതിനുള്ളിലേക്ക് ഇട്ടിടാം. ഉണ്ടോ മോളെ? ഇതിനുള്ളിലുണ്ടോ? ഒന്നെടുത്ത് പുറത്തേക്ക് എടുത്തേ. ആ, ഒന്നുകൂടെ അകത്തേക്ക് ഇട്ടേ. ഇനി കൈ എടുത്തടാ മോനെ. നീ ഒന്ന് കൈയെടുത്തേ. കൈയെടുത്തേ. ഈ മോളുടെ എക്സ്പ്രഷൻ കണ്ടോ? അടുത്ത് എനിക്ക് അടിയായിരിക്കും വരാൻ പോകുന്നത്. മോളെ ഇപ്പൊ തീരാ കേട്ടോ. ആ മോനെ, ഇതിനുള്ളിലേക്ക് ഇട്ടേ. കൊണ്ടോടാ മോളെ. ആ, ഒന്നുകൂടെ അകത്തേക്ക് ഇട്ടേ. ഇനി മോളെ കൈ പോയാ ഒന്ന് കൈയെടുത്ത്. ഇനി ഒന്ന് കൈയിട്ട്. പോയടാ, സത്യമായിട്ടും പോയി. കൈയെടുത്ത്. അതെ മോനെ, ദേ ഇങ്ങോട്ട് നോക്കടാ. അങ്കിളിന് നാളെ തിരുവനന്തപുരത്താ പ്രോഗ്രാം. അവിടെ പോകുമ്പോൾ ഈ മാജിക് കാണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പോകുന്ന വഴിയിൽ അങ്കിൾ മേടിച്ചോളാം. 75 രൂപയാ തൂവാലയുടെ വില. അവിടെ രണ്ടിടത്തും ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. മോൻ്റെ അടുത്ത് വരുമ്പോഴല്ലേ അത് കാണാതാവുന്നത്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തന്നിട്ട് നീ അവിടെ പോയിരുന്നു. കൊണ്ടോ, അവൻ തപ്പുന്നു. ഇത് എത്ര രൂപയാണ്? 10 രൂപ. ഇത് 20 രൂപയാണ്. അങ്കിൾ എത്രയാണ് പറഞ്ഞത്? 75. ഇനി ഒരു 55 രൂപ വേണം. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട് മാജിക് കാണാനായിട്ട്? ഞാനിവിടെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞു. ആ, 55 രൂപ കൊണ്ടോ പറഞ്ഞു. മെസ്സേജ് ക്ലിയർ അല്ല സാറേ. 2 കൈങ്കിലും റെഡി. ഓക്കെ മക്കളെ, നിങ്ങൾ 5 പേര് സ്മാർട്ടാണ്. കൂട്ടത്തിൽ ഇച്ചിരി സ്മാർട്ട് കൂടുതലാണെന്ന് തോന്നി. അതുകൊണ്ട് അങ്കിൾ കുറച്ച് നേരം തമാശ പറഞ്ഞു. വിഷമൊന്നുമില്ലല്ലോ. മോൻ തന്നെ പൈസ പിടിച്ചേ. ഇത് അച്ചാച്ചന് കൊടുക്കരുത് കേട്ടോ. പോയി മിഠായി മേടിച്ച് കഴിക്കണേ. അങ്കിൾ പറഞ്ഞതുപോലെ
3 പേർക്കല്ല 5 പേർക്കും ഓരോ സമ്മാനങ്ങൾ. And this for you.